കാസർഗോഡ് തൃക്കരിപ്പൂരിന്റെ നെല്ലറയായി ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന കുട്ടനാടി പാടശേഖരത്തെ പ്രതാപകാലത്തേക്ക് കൈപിടിച്ചുയർത്താനുള്ള പദ്ധതികൾ ലക്ഷ്യം കാണുന്നില്ല. ഇത്തവണ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കർഷകർ കൃഷി ഇറക്കിയത്. എന്നാൽ പാടശേഖരത്തിൽ ഉപ്പുവെള്ളം കയറിയതാണ് കർഷകർക്ക് വലിയ തിരിച്ചടിയായത്. വിവിധ പ്രദേശങ്ങളിലായി ഹെക്ടർ കണക്കിന് പരന്നുകിടക്കുന്നതാണ് കുട്ടനാടി പാടശേഖരം. സമൃദ്ധിയുടെ ആ പഴയകാലം ഓർമ്മയിൽ മാത്രമായി മറയുകയാണ്. ഇത്തവണ കർഷകർ പ്രതീക്ഷയോടെ കൃഷിയിറക്കിയെങ്കിലും ഉപ്പുവെള്ളം കയറി അതും നശിച്ചു. ജലസംരക്ഷണത്തിന്റെ അഭാവം മൂലം കർഷകർ കൃഷി നടത്തിപ്പിൽ നേരത്തെ തന്നെ പ്രയാസത്തിലായിരുന്നു. സംരക്ഷണത്തിന്റെ അഭാവത്തിൽ തരിശായി കിടക്കുന്ന ഭാഗങ്ങളും ഉണ്ടായിരുന്നു. 2 പതിറ്റാണ്ട് മുമ്പ് വരെ നാടാകെ അന്നം കഴിച്ചത് ഈ പാടത്തിൽ നിന്നുള്ള നെല്ല് കുത്തി അരിയാക്കിയാണ്. നിലവിൽ പാടശേഖരത്തിൽ നനയ്ക്കുന്നതിന് കിണറുകളും കുളവും പൈപ്പ് ലൈനും ഉണ്ടെങ്കിലും പലതും ഉപയോഗശൂന്യമാണ്. കർഷകർ സ്വന്തം നിലയിൽ വെള്ളം പാടത്തെത്തിക്കുകയാണിപ്പോൾ. മുക്കാലി കെട്ടി ഉവ്വേണിയിൽ വെള്ളം തേവി പഴയ രീതിയിലാണ് കർഷകർ ഉപയോഗിച്ചു വരുന്നത്. ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ച പ്രദേശങ്ങൾ കാർഷിക സംഘം ജില്ലാ നേതാക്കൾ സന്ദർശിച്ചു. ആയിറ്റി കുട്ടനാടിയിലെ കൃഷി സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കണമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ പറഞ്ഞു. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്തിനോട് പദ്ധതി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. തടയണ ഉണ്ടെങ്കിലും കായലിൽ നിന്ന് വെള്ളം കയറി കൃഷിനാശം സംഭവിക്കുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. താൽക്കാലിക തടയണ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിക്കുന്നതും പതിവാണ്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടനാടി കൃഷി സംരക്ഷണത്തിന് തുക അനുവദിക്കണമെന്നാണ് പാടശേഖര സമിതിയുടെയും കർഷകരുടെയും ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.